നമസ്കാരം. 3 വർഷമായി കാണാതായ ഭർത്താവിനെ തേടി ഇന്ത്യൻ സ്ത്രീ മകനോടൊപ്പം ദുബായിലെത്തി ഒടുവിൽ ഭർത്താവിനെ കണ്ടെത്തി. ഗുജറാത്തിലെ വഡോദരയിൽ നിന്നുള്ള 53-കാരനായ സഞ്ജയ് മോത്തിലാൽ പർമാറിനെ തേടിയാണ് ഭാര്യ കോമളും 20 വയസ്സുള്ള മകൻ ആയുഷും ദുബായിലെത്തിയത്. പാകിസ്ഥാനികളുടെ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഭർത്താവ്. കാണാതാകുന്നതിന് മുമ്പ് ഷാർജയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. 2021 മാർച്ചിലാണ് അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഭാര്യ കോമളും മകൻ ആയുഷും എംബസി വഴിയും ഇവിടെയുള്ള നാട്ടുകാരുടെയും മറ്റ് സഹായത്തോടെയും ഒരുപാട് അന്വേഷണം നടത്തി. ഫലമില്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കോമളും ആയുഷും UAE-യിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് അബുദാബിയിൽ 2 പാകിസ്ഥാനികളോടൊപ്പം സഞ്ജയ് കഴിയുന്നു എന്ന വിവരം ലഭിച്ചത്. ഉടൻ തന്നെ കോമളും ആയുഷും അബുദാബിയിലെത്തി. കുടുംബത്തിന്റെ പുനഃസംഗമം കണ്ടുനിന്നവരുടെ കണ്ണുകളും നനച്ചു. ചിലർ സാമ്പത്തികമായി പറ്റിച്ചതിനെ തുടർന്ന് കടബാധിതയായതോടെ മാനസികമായി തകർന്നു പോവുകയായിരുന്നുവെന്ന് സഞ്ജയ് പറഞ്ഞു. കുറെ കാലം തെരുവിൽ കഴിയേണ്ടി വന്നു. ഇതിനിടയിൽ വിസ കാലാവധി തീർന്നു. ഒരു ഗതിയുമില്ലാതെ നടക്കുന്നതിനിടയിലാണ് സഞ്ജയെ പാകിസ്ഥാനി സഹോദരങ്ങളായ മുഹമ്മദ് നദീമും അലി ഹസ്നൈനും താമസവും ഭക്ഷണവും കൊടുത്ത് കൂടെ കൂട്ടിയത്. അലിയും മുഹമ്മദും ഇറച്ചി ഭക്ഷണം കഴിക്കുന്നതിനാൽ സഞ്ജയ്ക്ക് വേണ്ടി പ്രത്യേക അടുക്കള പോലും ഒരുക്കി നൽകി. മൂവരും സഹോദരങ്ങളെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. കുടുംബത്തിലെ അംഗത്തെ പോലെ പരിഗണിച്ചുവെന്ന് സഞ്ജയ് പറഞ്ഞു. UAE-യിൽ ജോലി ചെയ്യുന്ന വിവിധ രാജ്യക്കാർ ഇത്തരത്തിൽ ഒരുമയോടെ കഴിയുന്നുവെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട കോമളിന് ഇതെല്ലാം പുതിയ അറിവുമായിരുന്നു. സഞ്ജയ് മോത്തിലാൽ പർമാറിനും കുടുംബത്തിന് നല്ലൊരു വെജിറ്റേറിയൻ പാർട്ടി നൽകിയാണ് മുഹമ്മദ് നദീമും അലി ഹസ്നൈനും വിട പറഞ്ഞത്. യാത്രാരേഖകൾ ശരിയായാലുടൻ ഭാര്യയോടും മകനുമൊപ്പം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജയ്.